പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സായന്റെ വേളയ്ക്ക് നന്ദിയോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിൻ്റെ തിരുവചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ വല്ലഭനായ ദൈവം അതിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് വീണ്ടും എന്നെ ക്ഷണിച്ച ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന, ഡയറക്ടർ അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദൈവദാസി സിസ്റ്റർ റോസ്ലിൻ സുരേഷ് പ്രിയ ആന്റിയോടുള്ള ദൈവസ്നേഹത്തെ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ അഡ്മിൻസിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ വിശാലകരമായി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ധ്യാനത്തിനു വേണ്ടി ഈ പകലിൽ എടുത്തിരിക്കുന്ന വേദഭാഗം 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായൊരു ഭാഗമാണ് വായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യമാണ് വായിച്ചത്. അവിടെ ഇപ്രകാരം വായിക്കുന്നു: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. വളരെ സുപരിചിതമായ ഭാഗമാണ്. സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതം നിലനിന്നു പോകുന്നത് പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിനകത്ത് ഒഴിവാക്കാൻ കഴിയാത്തൊരു ഘടകം തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം വായിക്കുന്നു: എങ്ങനെ പ്രാർത്ഥിക്കണം, എത്ര തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ടെന്നൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിക്കണം. സ്തോത്രം. ആ അപേക്ഷ കേൾക്കുമ്പോൾ നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു വീണ്ടും പ്രാർത്ഥിക്കുവാൻ, വീണ്ടും ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. സ്തോത്രം. നാം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. നിരവധി ഹല്ലേലൂയ വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ നിരവധി വിഷയങ്ങളുടെ മറുപടി നാം പ്രാർത്ഥിച്ച് നമ്മുടെ കരങ്ങളിൽ വാങ്ങുകയും ചെയ്തിട്ടുള്ളവരാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രചോദനം നൽകുന്നത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് അതിന് നൽകുന്ന മറുപടിയാണ്. സ്തോത്രം. ആ മറുപടി ലഭിക്കുമ്പോൾ നാം ധൈര്യത്തോടെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്തോത്രം. ഉത്സാഹമുള്ളവരായി മുൻപോട്ട് കടന്നു വരുന്നു. ഇവിടെ നാം പ്രാർത്ഥിക്കുന്നത് അവന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ സ്തോത്രം, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. അവന്റെ ഇഷ്ടപ്രകാരം, യേശു കർത്താവിന്റെ ഇഷ്ടപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടമാണ്. അത് യേശു കർത്താവിന്റെ ഇഷ്ടത്തോട് ചേർന്ന് വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്റെ കർത്താവ് മറുപടി നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യമുണ്ട്. ആമേൻ. കർത്താവിന്റെ ഹിതമല്ലാത്ത അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് മറുപടി ലഭിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെറിയ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ആമേൻ. ഹല്ലേലൂയ. ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. സ്തോത്രം. ആമേൻ. ഒന്നുകിൽ നമ്മുടെ ഇഷ്ടത്തോട് കർത്താവിന്റെ ഇഷ്ടം ചേർന്ന് വരണം, അല്ലെങ്കിൽ കർത്താവിന്റെ ഇഷ്ടത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ ചേർന്ന് വരണം. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അവന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം, എന്റെ കർത്താവിന്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യണം? നാം ചേർന്ന് വരണം. നമ്മുടെ പ്രാർത്ഥനകൾ എന്റെ കർത്താവിനും കൂടെ ഹിതമുള്ളതായിരിക്കണം. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എന്റെ കർത്താവിന്റെ ഇഷ്ടപ്രകാരമാകുമ്പോഴാണ് ഹല്ലേലൂയ അത് നിവർത്തിപഥത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയവും എന്റെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയവും ഒന്നാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. സ്തോത്രം. അതാ വചനം പറയുന്നത്, ഈ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നാം ഭൂമിയിലും എന്റെ കർത്താവ് സ്വർഗത്തിലുമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ എന്റെ ഇഷ്ടവും എന്റെ കർത്താവിന്റെ ഇഷ്ടവും തമ്മിൽ ഐക്യതയിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും.
ദൈവത്തിന്റെ പൈതലിനെ കേൾക്കുന്നവരെ സ്തോത്രം, നാം എത്ര വർഷങ്ങളായി ദൈവത്തെ അറിഞ്ഞിട്ട് ഇതുവരെയും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയതുപോലെ മറുപടി ലഭിക്കുന്നില്ല എന്ന് ആരെങ്കിലും ഭാരത്തോടൊക്കെ ആയിരിക്കുന്നവരുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഈ പകലിൽ അതിനുള്ള മറുപടിയാണ് ആമേൻ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പഴയ ഭാഗങ്ങളിൽ വളരെ അഭിഷിക്തനായ ഒരു ദൈവദാസനെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേരാണ് ഏലിയാവ്. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ആമേൻ ഏലിയാവിനെ നമുക്ക് വിശദമായി പഠിക്കുവാൻ തക്കവണ്ണം കഴിയുകയാണ്. 1 രാജാക്കന്മാർ 18-36 മുതൽ ഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം നമുക്കറിയാം ഏലിയാവ് 3 തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചതായിട്ട് ആ ചരിത്ര പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം, ആമേൻ. ഒന്നാമത്തെ പ്രാർത്ഥന ഇപ്രകാരമാണ്. ആമേൻ ഹല്ലേലൂയ. ബാലിന്റെ പ്രവാചകന്മാരും ഏലിയാവും തമ്മിൽ ആമേൻ ഹല്ലേലൂയ ഒരു വാഗ്വാദം ഉണ്ടാവുകയാണ്. സ്തോത്രം, ആമേൻ. യഥാർത്ഥ ദൈവം ആരെന്ന് ആമേൻ തിരിച്ചറിയുന്നതിന് വേണ്ടി, തെളിയിക്കുന്നതിന് വേണ്ടി ആമേൻ സ്തോത്രം അവർ കരാറിൽ ഏർപ്പെടുന്ന നമുക്കിവിടെ കാണുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. സ്തോത്രം. എന്നാൽ ബാലിന്റെ പ്രവാചകന്മാർ ആമേൻ ഹല്ലേലൂയ നേരം ആമേൻ വെളുത്ത് ആമേൻ ഇരുട്ടുന്നത് വരെ വൈകുന്നേരം വരെ അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. സ്തോത്രം. ബാലിന് വേണ്ടിയുള്ള യാഗപീഠത്തെ ഒരുക്കി ആമേൻ യാഗവസ്തുവിനെ ഒരുക്കി വെച്ചിട്ട് അവർ ആമേൻ ബാലെ ഉത്തരമരളണമേ എന്നെന്ത് ചെയ്യുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു ഉത്തരം അരുളപ്പാടവ് ലഭിക്കുന്നില്ല. എന്നാൽ അവരുടെ ഊഴം കഴിഞ്ഞപ്പോൾ ഏലിയാവ് അവിടെ എഴുന്നേൽക്കുന്ന നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഏലിയാവിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. 36-ാം വാക്യത്തിൽ 1 രാജാക്കന്മാർ 18-36 ഇപ്രകാരം വായിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, ഇസ്രയേൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും അറിയേണ്ടതിന് ആമേൻ സ്തോത്രം എനിക്ക് ഉത്തരം അരുളണം. നോക്കിയേ, ആമേൻ. ഏലിയാവ് ആ യാഗപീഠം ഒരുക്കിയത്, അല്ലെങ്കിൽ ആ ഏലിയാവ് ആ പ്രവൃത്തി ചെയ്തത് അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. നാം വായിച്ച കുറിവാക്യ പ്രകാരമാണ്. അവൻ അവന്റെ ഇഷ്ടപ്രകാരം, കർത്താവിന്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കുമ്പോൾ അതെന്ത് ചെയ്യും? കർത്താവ് നമുക്ക് നിവർത്തിച്ചു തരും, ചെയ്തു തരുവാനൊക്കെ വണ്ണമടിയായി തീരും. ഏലിയാവും ഇവിടെ ചെയ്തത് ആമേൻ ഹല്ലേലൂയ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, അവനെ ആമേൻ ബാലിന്റെ പ്രവാചകന്മാരുടെ മുൻപാകെ ആളാകുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ അവിടെ ആ ഏലിയാവ് പറയുകയാ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ചെയ്തു, അതായത് നിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇത് ചെയ്തതെന്ന് ആമേൻ ഇവർ അറിയേണ്ടതിന് ആമേൻ എനിക്ക് ഉത്തരം അരുളണമേ. സ്തോത്രം. നോക്കിയേ, ആമേൻ ഹല്ലേലൂയ. സെൽഫിഷ് ആയിട്ടുള്ള പ്രാർത്ഥനയല്ല, നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥന നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. ആ പ്രാർത്ഥനയുടെ നടുവിൽ നമുക്ക് എന്താ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് എത്ര സെക്കൻഡ് വരും? 10-12 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി തൽക്ഷണം വെളിപ്പെടുവാനൊക്കെ വണ്ണം ഇടയായി തീർന്നു. ആമേൻ. നോക്കിയേ, 38-ാം വാക്യം വായിക്കുന്നത്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. നോക്കിയേ, ആമേൻ ആമേൻ ഹല്ലേലൂയ സെൽഫിഷ് ആയിട്ടുള്ള പ്രാർത്ഥനയല്ല. ആമേൻ ഹല്ലേലൂയ സ്വാർത്ഥതയില്ലാത്ത, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ഒരു ബിൽഡപ്പും ഇല്ലാത്ത പ്രാർത്ഥന. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ ആളാകാനുള്ള അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാനുള്ള പ്രാർത്ഥനയല്ല. ആമേൻ ഹല്ലേലൂയ നിസ്വാർത്ഥമായ പ്രാർത്ഥന. ആമേൻ ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ, കാരണം ജീവനുള്ള ദൈവം ആരെന്ന് വെളിപ്പെടുത്തേണ്ടത് എന്റെ കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഏലിയാവിന്റെ ഉത്തരവാദിത്തമല്ല. ദൈവം നമ്മുടെ ഉത്തരം അരുളിയില്ല എങ്കിൽ ജീവനുള്ള ദൈവം അല്ലെന്ന് ആമേൻ എന്ത് ചെയ്യും? മറ്റുള്ളവർ കാണുവാനൊക്കെ വണ്ണം ഇടയായിത്തീരും, ദൈവനാമം ദുഷിക്കപ്പെടുവാനൊക്കെ വണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാ ആമേൻ ജീവനുള്ള ദൈവം ആരെന്ന് തെളിയേണ്ടത്. നോക്കിയേ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് ഒരു 10-12 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ആ പ്രാർത്ഥനയുടെ നടുവിലേക്ക് ആമേൻ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ യാഗപീഠമൊക്കെ പണിത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം, അല്ലേ? ആമേൻ. ഇടിഞ്ഞു കിടന്ന യാഗപീഠം ഏലിയാവ് എന്ത് ചെയ്തു? നന്നായി പണിതു. ഇസ്രായേൽ ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണം കല്ലുകളെ പെറുക്കി വെച്ച് ആമേൻ ഇടിഞ്ഞു പോയതിനെ വിടവുകളെ നികത്തി. ഹല്ലേലൂയ. ആ യാഗപീഠം കൃത്യതയോടെ ന്യായപ്രമാണത്തിലെ പ്രകാരം ആമേൻ കൽപ്പിക്കപ്പെട്ടുവോ? ഒരു യാഗപീഠം എങ്ങനെ പണിയണം? ആമേൻ ഒത്തിരി കാര്യങ്ങളുണ്ട് യാഗപീഠം എങ്ങനെ പണിയണം എന്നൊക്കെ. സ്തോത്രം. അതിന് പ്രകാരം ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചതുപോലെ അവൻ യാഗപീഠത്തെ ഒരുക്കി. സ്തോത്രം. യാഗവസ്തുവിനെ ഒരുക്കി, വിറകടുക്കി, യാഗവസ്തുവിനെ ഒരുക്കി. ആമേൻ. മാനസികമായ ഒരു തീയാണ് ഇതിന്റെ നിലവിൽ ഇറങ്ങിയെന്ന് പറയാതിരിക്കുവാനൊക്കെ വേണം. യാഗപീഠം നിറയെ വെള്ളമൊഴിക്കുവാനൊക്കെ വേണം ഇടയായി തീർന്നു. 2-3 തൊട്ടി വെള്ളം നിറച്ചൊഴിച്ചിട്ട് ആമേൻ മാനുഷിക ഇടപെടലുകൾക്കൊന്നും സ്ഥാനമില്ല എന്ന് ആമേൻ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ആമേൻ ഏലിയാവ് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ.
ആമേൻ, ഹല്ലേലൂയ. നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെ നടുവിൽ, ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുടെ നടുവിൽ, ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രവൃത്തിയുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം തൽക്ഷണം വെളിപ്പെട്ടു വരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ പൈതൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തൽക്ഷണം പ്രാർത്ഥനയ്ക്ക് മറുപടി ഹല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാരുടെ മുൻപാകെ ഏലിയാവിന് വെളിപ്പെടുവാനൊക്കെ വണ്ണമിടയായി തീർന്നു. സ്തോത്രം. നോക്കിയേ, അവിടെ ഒന്നാമത്തെ പ്രാർത്ഥനയാ ഏലിയാവിന്റെ പ്രാർത്ഥന, തൽക്ഷണം മറുപടി ലഭിച്ച പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു, കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ചിലപ്പോ കാലതാമസം ഉണ്ടായി എന്ന് വരാം. കുറച്ചുനാൾ നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആ വിഷയത്തിന് വേണ്ടി നാം വെയിറ്റ് ചെയ്തെന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. തൽക്ഷണം മറുപടി ലഭിച്ചില്ലെങ്കിൽ പോലും ചില പ്രാർത്ഥനകൾക്ക് നാം ദൈവസന്നിധിയിൽ നാളുകളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. മാസങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ അർത്ഥം ദൈവഹിതമില്ല എന്നതോ സുതമല്ല, ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്നോ അല്ല. അതിന്റെ അർത്ഥം നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ പുറകിൽ ദൈവത്തിന് ആ വിഷയത്തിന്റെ നടുവിൽ നമ്മുടെ ഹൃദയത്തിലെ പദ്ധതിയെല്ലാം അതിന് ദൈവത്തിന് ആ വിഷയത്തിന്റെ മേൽ മറ്റൊരു പദ്ധതി ഉള്ളത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടെന്നേ ആ വിഷയത്തെക്കുറിച്ച്. നാം ചിന്തിക്കുന്നത് പോലെ എന്റെ കർത്താവ് ചിന്തിക്കുന്നത്, നാം വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് വിചാരിക്കുന്നത്. നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, വേല പ്രവർത്തനങ്ങളെ കുറിച്ച്, സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷകളെ കുറിച്ച് നാം ചിന്തിച്ച് ഒരു അതിരൊക്കെ ഇട്ട് വരച്ച് ഹല്ലേലൂയ പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കും. സ്തോത്രം. എന്റെ കർത്താവിന് അതിനപ്പുറത്തേക്ക് ആ അതിരുകളെ പൊളിച്ചു നീക്കി വിശാലമായ ഒരു പദ്ധതിയും പ്ലാനും ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ തൽക്ഷണം മറുപടി ലഭിക്കാതിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം. ഏലിയാവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൽക്ഷണം മറുപടി ലഭിച്ചു. 10-12 സെക്കൻഡിൽ, വിത്തിൻ സെക്കൻഡ്സ് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇറങ്ങി വന്നു. എന്നാൽ അടുത്തൊരു പ്രാർത്ഥന, സ്തോത്രം. ഹല്ലേലൂയ. കർമ്മേലിന്റെ നെറുകിലേക്ക് നമുക്കൊന്ന് നടന്നു കയറുവാൻ കഴിയുമോ? സ്തോത്രം. അവിടെ ഒരു പ്രാർത്ഥന മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവ് തന്നെയാ. സ്തോത്രം. അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാ. സ്തോത്രം. എന്താണെന്നറിയാമോ? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് 2-3 വർഷങ്ങൾക്ക് മുൻപ് ഏലിയാവ് ഒരു വാക്ക് പറഞ്ഞു. സ്തോത്രം. ആ വാക്കിൻ പ്രകാരം എന്റെ കർത്താവ് ആകാശത്തെ അടച്ചു. സ്തോത്രം. ഹാലലൂയ. മഴ പെയ്തിട്ട് മാസങ്ങളും വർഷങ്ങളുമായി മഞ്ഞ് കണ്ടിട്ട്, തണുപ്പറിഞ്ഞിട്ട് ജലം കണ്ടിട്ട്, സ്തോത്രം. ഹല്ലേലൂയ. മഴയായി പെയ്യുന്ന ജലത്തെ കണ്ടിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. 17-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല. സ്തോത്രം. ഓക്കെ, അടുത്ത ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുന്ന രീതി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. 18-42 വായിക്കുമ്പോൾ സ്തോത്രം. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. നിലത്ത് കുനിഞ്ഞ് അല്ലെ മുട്ടുമടക്കി നിലത്ത് കുനിഞ്ഞിരുന്നിട്ട് തന്റെ ഹല്ലേലൂയ തലയെടുത്ത് മുഴങ്കാലുകളുടെ ഇടയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യാഗപീഠം ഒരുക്കി 10-12 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ച ഏലിയാവും കർമ്മേലിന്റെ പർവ്വതത്തിന്റെ നെറുകയിലേക്ക് കയറി കുനിഞ്ഞിരുന്ന, സ്തോത്രം. ഹല്ലേലൂയ. തല നിലം വരെ മുട്ടിച്ചുകൊണ്ട് റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുക. പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. എന്തേ? നേരത്തെ പ്രാർത്ഥനയ്ക്ക് തൽക്ഷണം മറുപടി വെളിപ്പെട്ടല്ലോ. ഇപ്പൊ എന്താ സംഭവിച്ച ഏലിയാവേ? സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകണ്ട. അതിന്റെ പുറകിൽ ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചിലരെ ഒന്ന് പഠിപ്പിച്ചെടുക്കുവാൻ, ചിലരെ ഒന്ന് ഹല്ലേലൂയ പുറത്തെടുക്കുവാൻ. സ്തോത്രം. എന്റെ കർത്താവ് ആ പ്രാർത്ഥനയ്ക്കൊരു കാലതാമസത്തെ വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഴയും മഞ്ഞിനെയും വിറപ്പിച്ചവൻ, പ്രകൃതിയെ വിറപ്പിച്ചവൻ, വിത്തിൻ സെക്കൻഡ്സിൽ പ്രാർത്ഥനയുടെ മറുപടി തീയായി സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ പെയ്യിച്ചവനായി ഏലിയാവ്. ഇപ്പൊ എന്നെ പറ്റിയത്? സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ഏലിയാവ് നേരത്തെ ഞാൻ വിചാരിക്കുന്നു യാഗപീഠത്തിന് മുൻപാകെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം മറുപടി വെളിപ്പെട്ടു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ?
ആമേൻ ഹാലലൂയ കർമ്മേലിന്റെ നെറുകയിൽ മുഴങ്കാലുകൾക്കിടയിൽ തല തിരുകി കയറ്റി ആമേൻ ഉച്ചി നിലമുട്ടുമാറ് കുനിയിച്ചുകൊണ്ട് സ്തോത്രം. നേരത്തെ ഹീറോയായി നിന്നവനാ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നേ? ആ രൂപം നിങ്ങൾക്ക് മനസ്സിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? സീറോ പോലെയായി ആമേൻ തറയിൽ കുനിയിച്ചുകൊണ്ട് ഒരു സീറോ പോലെ ദൈവത്തിന്റെ പൊന്ന് പാദപീഠത്തിലേക്ക് തന്നെ ആമേൻ ഹാലലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ ചില വിഷയങ്ങൾക്ക് ആമേൻ ഹാലലൂയ ഹീറോയിസം കാണിച്ചാൽ നടക്കത്തില്ല. ആമേൻ ഹാലലൂയ ചില വിഷയങ്ങൾക്ക് ആമേൻ ഹാലലൂയ സീറോ ആകണം. സ്തോത്രം. ഹാലലൂയ. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ആമേൻ ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ നമ്മുടെ ആമേൻ ഹാലലൂയ എന്തെങ്കിലും ആമേൻ വെളിപ്പെടുത്തുന്നതല്ല. ഹല്ലേലൂയ. ആമേൻ നമ്മുടെ പ്രശംസയല്ല, നമ്മുടെ പൊങ്ങച്ചമല്ല, ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഭാവമല്ല, അതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ പൊന്നു പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഒരു സീറോ പോലെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, വിട്ടുകൊടുക്കുമെങ്കിൽ കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ പദ്ധതിയും പ്ലാനും തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആവശ്യത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണമടിയായി തീരും. സ്തോത്രം. ആമേൻ. ഞാൻ വിചാരിക്കുക ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എങ്ങനാതങ്ങനെ ഏലിയാവ് എങ്ങനാ ഇരുന്നത്? ആമേൻ ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ സർക്കസിലൊക്കെ ജോലി ചെയ്യുന്ന ആമേൻ ഹല്ലേലൂയ അവർക്കൊക്കെ കഴിയുമായിരിക്കും. ആമേൻ തല മുഴങ്കാലുകൾക്കിടയിലേക്ക് കയറ്റി വെച്ച് ആമേൻ സീറോ പോലെ ആയി തീരുമാനക്കവണ്ണം സർക്കസ് ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ബോഡി അങ്ങനെയൊക്കെ ആമേൻ ഹല്ലേലൂയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ തല കുനിയിക്കുമ്പോൾ നടുവ് ആമേൻ വേദനിക്കുവാൻ തക്കവണ്ണം മടിയായിത്തീരും. നടുവ് ഒരുപക്ഷെ പൊട്ടിപ്പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നോക്കിയേ, മഴ ക്കുന്നതിന് വേണ്ടി ആ വിഷയത്തിന്റെ നടുവിൽ ആഹാബിന്റെ മുൻപാകെ, ബാലിന്റെ പ്രവാചകന്മാരുടെ മുൻപാകെ, ഇസബേലിന്റെ മുൻപാകെ ജീവനുള്ള ദൈവത്തെ തെളിയിക്കുവാനൊക്കെ വേണം ആമേൻ നടുപൊട്ടി പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു ഏലിയാവിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക. ദൈവത്തിന്റെ പൈതലേ, എല്ലാ വിഷയം ഈസി അല്ല. ആമേൻ ചില വിഷയങ്ങളുടെ നടുവിൽ നാം റിസ്ക് എടുക്കുവാൻ തയ്യാറാകണം. ഏലിയാവിനെ പോലെ വിഷയങ്ങളുടെ നടുവിൽ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നടുപൊട്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഹീറോയിസം കാണിക്കാതെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ എന്റെ ഭാവം ഞാൻ പുറത്തെടുത്ത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കാണിക്കാതെ ആമേൻ ഞാനൊരു സീറോ ആണെന്ന് ആമേൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് താണിരിക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ആവശ്യത്തിന് നടുവിൽ വെളിപ്പെടുവാനൊക്കെ വണ്ണമടിയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ ആമേൻ സഭയ്ക്കകത്തോ കുടുംബത്തിനകത്തോ ആമേൻ ഒരു ചർച്ചക്കാരുടെ നടുവിലോ ആമേൻ ഹല്ലേലൂയ നീ മാത്രമായിരിക്കും ഏകനായി കർത്താവിനെ ആമേൻ അറിഞ്ഞു പുറപ്പെട്ടു വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഏലിയാവുന്ന ഏക വ്യക്തി നടുപൊട്ടി പ്രാർത്ഥിച്ചപ്പോൾ, റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ആ വിഷയത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ആമേൻ അതിനൊരു മറുപടി ആമേൻ ലഭിക്കാതെ, ഞാൻ വിചാരിക്കും ഏലിയാവ് പറഞ്ഞു കാണും ആമേൻ ഈ വിഷയത്തിന്റെ നടുവിൽ ഒരു മറുപടി ലഭിക്കാതെ ഞാൻ കർമ്മേൽ വിട്ടു മടങ്ങത്തില്ല. ആമേൻ ഹല്ലേലൂയ എന്റെ ആമേൻ തറയിൽ മുട്ടിയിരിക്കുന്ന എന്റെ തല ഞാൻ പൊങ്ങണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഈ വിഷയത്തിനൊരു മറുപടി എനിക്ക് ലഭിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ചില വിഷയങ്ങളുടെ നടുവിൽ ആമേൻ ബലാത്കാരത്തോടെ, സ്തോത്രം. ഹല്ലേലൂയ. വാക്യ പ്രകാരം വായിക്കുന്നു ആമേൻ ബലാത്കാരികൾ ബലാത്കാരേണ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. സ്തോത്രം. ആത്മീക കാര്യങ്ങൾക്ക് ഒരു ബലാത്കാരം ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. ഭൗതിക കാര്യങ്ങൾക്ക് നാം ബലാത്കാരം കാണിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ആത്മീക കാര്യങ്ങൾ ആമേൻ ഈസിയാണെന്ന് നാം ചിന്തിച്ച് ആമേൻ തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഏലിയാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആമേൻ ബലാത്കാരത്തോടെ വിഷയത്തിന്റെ നടുവിൽ, സ്തോത്രം ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിക്കുമെങ്കിൽ, ആമേൻ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ, തലമുറയുടെ വിഷയങ്ങളായിക്കോട്ടെ, ആമേൻ നിങ്ങളുടെ മിനിസ്ട്രിയുടെ വിഷയങ്ങളായിക്കോട്ടെ, ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭൗതികമോ ആത്മീകമോ എന്ത് വിഷയമായിക്കോട്ടെ, ആമേൻ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. നിന്റെ കുടുംബത്തിനകത്ത് നീ മാത്രമായിരിക്കാം, ഹല്ലേലൂയ, എങ്കിലും സാരമില്ല ദൈവത്തിന്റെ പൈതലേ, ആമേൻ റിസ്ക് എടുക്കുന്ന നിനക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് നീ പകലും ശക്തനായ ദൈവമാ. ആര് റിസ്ക് എടുക്കുന്നു എന്ന് എന്റെ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആർക്ക് റിസ്ക് എടുക്കുവാൻ താല്പര്യമില്ല. അത് റിസ്ക്കാ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ ഭൗതിക കാര്യങ്ങളൊക്കെ നാം എന്ത് ചെയ്യും? റിസ്ക് എടുക്കും. ആത്മീയ കാര്യങ്ങൾ ആമേൻ ഒരു പക്ഷേ നാം അവോയ്ഡ് ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ആമേൻ ആത്മീകമായി നാം പ്രാപിക്കണമെങ്കിൽ ആത്മീകത്തിനകത്തൊരു റിസ്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ നിന്റെ ശുശ്രൂഷകളുടെ നിലവാരങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുവാൻ ആമേൻ ഹല്ലേലൂയ നീ റിസ്ക് എടുക്കുവാൻ തയ്യാറായാൽ നിന്നെ ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് ശക്തനായ ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. നടുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഏലിയാവേ, നിന്റെ വിഷയം കുറച്ചു ലേറ്റ്
ആയാലും, ഹല്ലേലൂയ, ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, കുറച്ച് ലേറ്റ് ആയാലും ആമേൻ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ, നിന്റെ സമയത്തിനല്ല, എന്റെ സമയത്തിനല്ല, നമ്മുടെ ആരുടെ സമയത്തിനല്ല എന്റെ കർത്താവ് പ്രവർത്തിക്കുന്നത്. എന്റെ കർത്താവിനൊരു സമയമുണ്ട്. ആ സമയം ആമേൻ പരിസമാപ്തിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ കർത്താവ് ആമേൻ ഹല്ലേലൂയ പ്രവർത്തിക്കുക തന്നെ ചെയ്യുവാനൊക്കെ വണ്ണം ഇടയായിത്തീരും. സ്തോത്രം. നോക്കിയേ, ആമേൻ റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ സുതം മഴയുടെ മുഴക്കം കേട്ടു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ റിസ്ക് എടുത്തപ്പോൾ മഴയുടെ മുഴക്കം കേട്ടു. ഇതുവരെ കേൾക്കാത്തൊരു മഴയുടെ മുഴക്കം, ഇതുവരെ കാണാത്തൊരു കാറും കോളും ആമേൻ ഹല്ലേലൂയ ആകാശത്ത് രൂപപ്പെടുന്നത് ഏലിയാവിന്റെ ബാല്യക്കാരനും കാണുവാനൊക്കെ വണ്ണപടിയായി തീർന്നു. ഓ ഏലിയ ബാല്യക്കാരനോട് പറയുകയാ, നീ കടലിലേക്ക് ഓടിപ്പോയി നോക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, 1-ാം പ്രാവശ്യം പോയി, 2-ാം പ്രാവശ്യം പോയി. ആമേൻ ഹല്ലേലൂയ. അവസാനം ബാല്യക്കാരൻ എന്ന് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, കടലിൽ നിന്ന് ആമേൻ ഒരു മനുഷ്യമേഘം പോലെ, അല്ലെ മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? റിസ്ക് എടുത്തവന് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. എന്റെ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി. ആമേൻ, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ആമേൻ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ആമേൻ ഹല്ലേലൂയ സർവേല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ആമേൻ, എന്റെ കർത്താവിന്റെ സമയമാകുമ്പോൾ എന്റെ കർത്താവിന്റെ പ്രവൃത്തിയുടെ ചലനങ്ങൾ, ആമേൻ തുടക്കങ്ങൾ നീ കാണുവാനൊക്കെ വണ്ണമിടയായി തീരും. സ്തോത്രം. റിസ്ക് എടുക്കുമ്പോഴാണ് ആമേൻ ഒരു ആത്മീക ഉണർവിന്റെ പെരുമഴ പെയ്യുന്നത്. നിന്റെ സഭയ്ക്കുള്ളിലായിക്കോട്ടെ, നിന്റെ കുടുംബത്തിനുള്ളിലായിക്കോട്ടെ, തലമുറയുടെ വിഷയത്തിലായിക്കോട്ടെ, ആമേൻ റിസ്ക് എടുത്ത് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരു ആത്മീക ഉണർവിന്റെ പേമാരി ഭവനത്തിനകത്ത് ശുശ്രൂഷകളുടെ മേൽ വെളിപ്പെടുവാനൊക്കെ വണ്ണമിടയായി തീരും. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ആമേൻ സഭയ്ക്കുള്ളിൽ ആമേൻ ഹല്ലേലൂയ കോവിഡ് ടൈം ആമേൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുക, ആമേൻ ഹല്ലേലൂയ ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ രണ്ടായിട്ട് തരംതിരിക്കാം. നമുക്കറിയാമല്ലോ വ്യത്യാസം. സഭയ്ക്കുള്ളിലും ആമേൻ നമ്മുടെ ഭവനത്തിനകത്തുമൊക്കെ വന്ന വ്യത്യാസങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഉപവാസങ്ങൾ കുറഞ്ഞു, പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, ദൈവവചന ധ്യാനമൊക്കെ കുറയുവാനൊക്കെ വണ്ണമടിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ റിസ്ക് ആമേൻ എടുക്കുവാൻ ആരെങ്കിലും തയ്യാറാകുമ്പോൾ, ആമേൻ ഹല്ലേലൂയ ദൈവദാസന്മാർ, വിശ്വാസികൾ, ദൈവമക്കൾ അവൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ആത്മീക ഉണർവ് വെളിപ്പെടും. സഭയ്ക്കുള്ളിൽ ആരെങ്കിലും റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ മുൻപോട്ട് കടന്നു വരുമ്പോൾ, ആമേൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ, ഉപവാസത്തിലും ദൈവവചന ജ്ഞാനത്തിനും ഉറ്റിരിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ ആത്മീക ഉണർവ് വെളിപ്പെടുവാനൊക്കെ വണ്ണമടിയായി തീരും. ഇന്നത്തെ ആത്മീയ കാലഘട്ടം ആമേൻ ഉണർവിലേക്കല്ല ആമേൻ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, ഉറക്കത്തിലേക്ക്, ആമേൻ ആത്മീക മന്ദതയിലേക്ക്, ഈ ലോകത്തിന്റെ താളത്തിനൊത്ത്, ഈ ലോകത്തിന്റെ കാലഗതിക്കൊത്ത്, ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആത്മീക ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പൈതലേ നമ്മെ പഠിപ്പിക്കുന്നത്, ആമേൻ ആത്മീക ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നവരെ എന്റെ കർത്താവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഉണർവിന്റെ പെരുമഴ തലമുറകളുടെ മേൽ പെയ്യണമെങ്കിൽ ഞാനും നിങ്ങളും, ആമേൻ മാതാപിതാക്കളെ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നടുവെട്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പെരുമഴയായി അവരുടെ മേൽ പെയ്തിറങ്ങുവാനൊക്കെ വണ്ണമിടിയായി തീരും. സ്തോത്രം. ഞാനൊന്ന് ചോദിക്കട്ടെ. സ്തോത്രം. ആമേൻ ദൈവസ്ഥലങ്ങളായിരിക്കുന്ന സ്ഥാനത്തിന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, കർത്താവ് ഞാൻ ഇതുവരെ റിസ്ക് എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചവരുണ്ടാകാം. സ്തോത്രം. ആമേൻ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു പ്രാർത്ഥന ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ചിട്ടില്ല കർത്താവേ. അങ്ങനെ പരിശുദ്ധ ഈ പകലിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ആമേൻ ദൈവത്തിന്റെ പൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ നടുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവായി മാറുവാൻ ഹല്ലേലൂയ നീ തയ്യാറാണോ? സ്തോത്രം. ഹല്ലേലൂയ. നടുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവാകുവാൻ, റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവാകുവാൻ നിന്റെ ഭവനത്തിനകത്ത് നീ തയ്യാറാണോ? നിന്റെ ആമേൻ സഭയ്ക്കുള്ളിൽ നീ തയ്യാറാണോ? ഹല്ലേലൂയ സ്തോത്രം. അവൻ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ പോലെ ഹല്ലേലൂയ അവൻ ഉണർവിന്റെ പെരുമഴ പെയ്യിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ തീമഴ പെയ്യിക്കുന്ന ഒരു ഏലിയാവിനെ പോലെ നിന്റെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് അവൻ എഴുന്നേൽക്കുവാൻ നീ തയ്യാറാണോ? സഭയ്ക്കുള്ളിൽ എഴുന്നേൽക്കുവാൻ നീ തയ്യാറാകുമോ? ആമേൻ ഹല്ലേലൂയ. അങ്ങനെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിന്റെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ നാളുകൾ നീ കരയുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു ഏലിയാവാകണം. നിന്റെ സഭയ്ക്കുള്ളിൽ നീ ഒരു ഏലിയാവാകണം. ആമേൻ. ശുശ്രൂഷകളിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഭവനത്തിന്റെ ആത്മീക ഭൗതിക ശൂന്യതകൾക്ക് ഒരു വിരാമം ഇടുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാ. ആത്മീക ഭൗതിക ശൂന്യതകൾക്ക് ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷകളിലെ വരണ്ട അനുഭവങ്ങൾക്കൊരു വിരാമം കൽപ്പിക്കുവാൻ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർമ്മേലിൽ സീറോ ആയി മാറി ഏലിയാവിനെ പോലെ ഹല്ലേലൂയ. സ്തോത്രം. അവൻ മുന്നോട്ട് നീങ്ങുവാൻ ആമേൻ. കർമ്മേൽ സീറോ ആയും തീർന്ന ഏലിയാവിനെ പോലെയായി മാറുവാൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നിങ്ങൾ റെഡിയാണോ? അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവ് റെഡിയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ. ആമേൻ. മനുഷ്യന്റെ കൈ പോലെ തോന്നിക്കുന്ന ഒരു ചെറുമേഘം കടലിനകത്തുന്നത് പൊങ്ങുന്നത് ആമേൻ ഏലിയാവിന്റെ ബാല്യക്കാരൻ കണ്ടിട്ട് വന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ. ആമേൻ. നിന്റെ ആമേൻ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ ഒരു ചെറു ചലനം കണ്ടു തുടങ്ങി. ഏലിയാവെ നിനക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ. ഹല്ലേലൂയ. ഒരു ചെറിയൊരു ചലനം ആമേൻ മേഘം പോലെ പൊങ്ങുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി ചെറുതാണെന്ന് തോന്നിയാലും അതിന്റെ അവസാനം ആമേൻ ഹല്ലേലൂയ വലുതായിരിക്കും. നോക്കിയേ എന്താ സംഭവിച്ചത്? ആഹാബിനോട് ഏലിയാവ് ഇപ്രകാരം പറഞ്ഞു. മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. ആഹാബേ ആമേൻ നിന്റെ രഥം പൊട്ടി നീ ഓടിപ്പക്കോ. മഴ നിന്നെ തടുക്കുവാൻ സാധ്യതയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എന്താ സംഭവിച്ചത്? ആമേൻ ഏലിയാവ് പറഞ്ഞതുപോലെ ആഹാബ് ആമേൻ അനുസരിച്ചു. എന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ അതിനു മുൻപായി ഏലിയാവ് ചെയ്തെന്തെന്നറിയാമോ? അവന്റെ രഥത്തിന് മുൻപായി ആമേൻ ഹല്ലേലൂയ ഏലിയാവ് ആമേൻ ഇസ്രായേലിന് എത്തും വരെ അവൻ ഓടുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ റിസ്ക് എടുക്കുന്നവനെ എന്റെ കർത്താവ് ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. പ്രാർത്ഥനയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ റിസ്ക് എടുക്കുന്നവനെ നടുവെട്ടി പ്രാർത്ഥിക്കുന്നവനെ എന്റെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. ആ പ്രാർത്ഥനയുടെ മറുപടി താമസമിന എന്നെ നിങ്ങളും തേടിയെത്തുവാനൊക്കെ വണ്ണമടിയായി തീരും. വൈകിയാലും വരും കേട്ടോ. കാത്തിരിക്കണം. ആമേൻ. വെയിറ്റിംഗ്. ഹല്ലേലൂയ. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആമേൻ. ലേറ്റായി പോയിന്ന് വിചാരിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുത്തരുത്. പ്രാർത്ഥന തുടരണം. ആമേൻ. തക്ക സമയമാകുമ്പോൾ എന്റെ കർത്താവ് ആമേൻ മറുപടിയുമായി കടന്നു വരുവാനൊക്കെ വണ്ണമടിയായി തീരും. ഓക്കെ. ആഹാബിന്റെ രഥത്തിന് മുൻപായി ഇസ്രായേൽ വരെ ഏലിയാവ് ഓടുകയാ. ആമേൻ. ഏലിയാവ് എത്തിയിട്ട് ആഹാബിന്റെ രഥം ആമേൻ ഇസ്രായേലിൽ എത്തിയത് എന്താ? ആമേൻ ആഹാബ് കഴിച്ച ഭക്ഷണത്തിന്റെ ബലത്തിൽ ഓടി. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് എങ്ങനെ ഓടിയത്? അവൻ ഫുഡൊന്നും കഴിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം അവനെ ബലപ്പെടുത്തി. ആമേൻ. ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടുവാൻ ആമേൻ. മഴയെത്തും മുമ്പേ ഇസ്രായേലിലേക്ക് കാലെടുത്ത് വയ്പ്പാനൊക്കെ വേണം ഏലിയാവന്റെ കർത്താവ് ബലപ്പെടുത്തുവാനൊക്കെ വേണം പിടിക്കായി തീർന്നു. ആമേൻ. മാനുഷികമായ ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ മാനുഷികമായ ആഹാരത്തിന്റെ ബലമല്ല, ആ പ്രാർത്ഥനയുടെ ബലത്താൽ. സ്തോത്രം. റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചവനാ. ആമേൻ. ഹല്ലേലൂയ. ദൈവമോനെ ബലപ്പെടുത്താതിരിക്കുമോ? ആമേൻ. ഹല്ലേലൂയ. വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ നിന്നെ ആമേൻ ദൈവ സാന്നിധ്യം ബലപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരിടത്തും തകർന്നു പോകുവാൻ എന്റെ കർത്താവ് നിന്നെ അനുവദിക്കത്തില്ല. ആ പ്രാർത്ഥനയുടെ ബലത്താൽ നീ വൻ കാര്യങ്ങളെ ചെയ്യുവാനൊക്കെ വണ്ണമടിയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. അവസാനം കൂടെ ഒരു പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാനത് പറയാം. ചൂരച്ചലിടം ആമേൻ ഹല്ലേലൂയ ചുവട്ടിൽ ചെന്നിട്ട് ഏലിയാവ് ഒറ്റ പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയാണോ പരാതിയാണോ പരിഭവമാണെന്ന് എനിക്കറിയത്തില്ല. മതി കർത്താവേ മതി. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ ഒന്ന് എടുക്കണം, എന്റെ പ്രാണനെ എടുത്തുകൊണ്ടാൽ മതി. സ്തോത്രം. പ്രാർത്ഥനയാ. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. നാം ആദ്യം ചിന്തിച്ചത് തൽക്ഷണം മറുപടി ലഭിക്കുന്ന പ്രാർത്ഥന. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാർത്ഥന ഏലിയാവിന്റെ ഒരു വ്യക്തി അവൻ പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകളെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന നാം കേട്ടു. ആമേൻ. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ മറുപടിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്ന പ്രാർത്ഥന. സ്തോത്രം. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ഇവിടെ നാം കാണുവാൻ കഴിയുന്നത് മറുപടിയില്ലാത്ത പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾക്ക് മറുപടി കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളഞ്ഞു എന്നല്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നല്ല. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ പുറകിലും ദൈവത്തിന് ദീർഘകാലത്തേക്ക് മറ്റൊരു പദ്ധതി ഉള്ളത് കൊണ്ട് നേരത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ വൈകിയാലും വരും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ആമേൻ പറഞ്ഞ പ്രാർത്ഥന നിഷേധാത്മകമായ മറുപടി. എന്റെ കർത്താവ് ആ വിഷയത്തിന്റെ മുൻപിൽ മൗനമായിരിക്കും, മൗനം പാലിക്കും. ആമേൻ. യെസ് എന്നോ നോ എന്നൊരു ആൻസർ ലഭിക്കാതെ എന്റെ കർത്താവ് മൗനമായിരിക്കുന്നത് ആമേൻ മറ്റൊന്നും കൊണ്ടല്ല,
ദീർഘനാളത്തേക്ക് അതിന്റെ പുറകിൽ എന്റെ കർത്താവിന് മറ്റൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർമ്മേലിന്റെ നെറുകയിൽ 480 ബാലിന്റെ പ്രവാചകന്മാരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് പ്രാർത്ഥനയിൽ ആമേൻ ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ഏലിയാവ്. ആമേൻ. കർമ്മേലിന്റെ നെറുകയിൽ ആമേൻ സീറോ പോലെ ആയിരുന്നു കൊണ്ട് റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ച് ആ മഴയെ താഴേക്ക് തിരിച്ചു വിളിച്ചു വരുത്തിയ ഏലിയാവ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ചുവട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. എത്ര നേരം ഏലിയ വീരശൂര പരാക്രമിയായിരുന്നു ദൈവത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായിരുന്നു, ഉത്സാഹമുള്ളവനായിരുന്നു, എന്ത് റിസ്ക്കും ഏറ്റെടുക്കുവാൻ കപ്പാസിറ്റി ഉള്ളവനായിരുന്നു. എന്ത് റിസ്ക് ആണേലും എന്ത് ചെയ്യും? ഏലിയ ഏറ്റെടുക്കും, പിന്മാറത്തില്ല, ഒന്നും കണ്ട് എന്ത് ചെയ്യത്തില്ല, പിന്മാറിപ്പോകത്തില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റിയോടുകൂടി മുന്നോട്ട് കടന്നുപോയി ഏലിയാവിനെ അവൻ നിസ്സാരയായ ഒരു സ്ത്രീയുടെ വാക്ക് അവൻ ഭയചകിതനാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യാഗപീഠത്തിൽ തീയിറങ്ങി. അവൻ അപ്പോൾ എന്ത് ചെയ്താ നമുക്കറിയാലോ. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാവരെയും അവൻ കീശോൻ തോടിന്റെ അവൻ അരികത്ത് കൊണ്ടുവച്ച് കണ്ണമായി വെട്ടി നുറുക്കി അവൻ കൊന്നുകളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇതറിഞ്ഞ ഇസബേല് ഒറ്റ അവൻ കൽപ്പന, നാളെ ഈ നേരത്ത് അവൻ ഏലിയാവെ നിന്റെ കഴുത്തിന്റെ മുകളിൽ നിന്റെ തല ഉണ്ടാകത്തില്ല. ഇത് കേട്ടപാടെ ഏലിയാവ് എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോകുവാൻ കൊണ്ടമിട്ടിയായിട്ട്. സ്തോത്രത്തിന്റെ പേരില് നമ്മളിങ്ങനെയൊക്കെയല്ലേ ആമേൻ നമ്മുടെ പുറകോട്ടുള്ള ജീവിതം ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പ്രാർത്ഥനകൾ എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥനയിലൂടെ നാം നേടിയെടുത്തു. എങ്ങനെ നാം ഇതുവരെ എത്തിയത്. എന്നാലും പലപ്പോഴും ചില നിസ്സാര കാര്യങ്ങളുടെ നടുവിൽ, ചില നിസ്സാര വിഷയങ്ങളുടെ നടുവിൽ ദൈവസന്നിധി ഉപേക്ഷിക്കപ്പെട്ടവരായി. ഹല്ലേലൂയ. റിസ്ക് എടുക്കുവാൻ കഴിയാതെ വണ്ണം നിരാശരായി പിറുപിറുപ്പ് വായിൽ നിന്ന് അതരത്തിലൂടെ പുറത്തു വന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സമയം കണ്ടെത്തി ഇരിക്കുവാൻ കഴിയാത്തവരായി ദൈവത്തെ കുറ്റം പറഞ്ഞ്, പാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞ്, പ്രവചനത്തെ കുറ്റം പറഞ്ഞ് പലപ്പോഴും നാം ദൈവസന്നിധി വിട്ട് പിന്മാറുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്മാറുന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തൊക്കെയും എന്റെ ജീവിതത്തിനുൾപ്പെടെ അറിഞ്ഞോ അറിയാതെയൊക്കെ കടന്നു വരുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാനൊക്കെ വണ്ണമടിയായി തീർന്നത്. എന്താ സ്വന്തം ദൈവം നടത്തിയ വിടങ്ങൾ എന്താ ഓർക്കുവാൻ കഴിയാഞ്ഞ്? എന്താ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എന്താ മറന്നുപോയോ? ഏലിയാവിനെ നോക്ക്. വൻകാര്യങ്ങളാ ചെയ്തത്. ഭൂതലത്തിൽ ഇതുപോലെ മനുഷ്യൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനൊരു മനുഷ്യനാണ് ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുൻപാകെ ഭ്രമിച്ച മരിച്ചാ മതിയെന്ന്. ഹല്ലേലൂയ. ശുശ്രൂഷ മതിയെന്ന് വെച്ച്, ദൈവജനത്തെ മതിയെന്ന് വെച്ച്, ശുശ്രൂഷിച്ചത് മതിയെന്ന് വെച്ച്, ദൈവസാന്നിധ്യം മതിയെന്ന് വെച്ച്, ദൈവശബ്ദം കേട്ടത് മതിയെന്ന് വെച്ച് ഹല്ലേലൂയ സകലതും മാറ്റിവെച്ചിട്ട് മരണത്തെ കാത്തുകഴിയുന്നൊരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. ജീവൻ എടുക്കണം, എനിക്ക് മതി. സ്തോത്രം. നിന്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോയിട്ടില്ല എനിക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അവളെന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാ. നാളെ എന്തായാലും അവളെന്നെ കൊല്ലും, അതിനു മുൻപേ നീ എന്റെ ജീവൻ അങ്ങ് എടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ. ജീവനും മരണവും എന്റെ കർത്താവിന്റെ അധികാരത്തിലുള്ളതാ. കർത്താവിന്റെ പുസ്തകത്തിൽ എത്ര നാള് എനിക്കുള്ള ദിവസം എണ്ണപ്പെട്ടുപോയി, എഴുതപ്പെട്ടുവോ അത് എത്തും മുൻപേ ഒരു ശത്രുവിനോ ഒരു പൈശാചികനോ ഒരു മനുഷ്യനോ നിന്റെയും എന്റെ ജീവന്റെ മേൽ അധികാരം ില്ലെന്ന് ഞാൻ നിങ്ങളും അറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. മഴയെ നിർത്തിച്ച പ്രാർത്ഥന, അതേസമയം മഴയെ പെയ്യിച്ച, ആകാശത്തിൽ അടഞ്ഞുപോയ കിളിവാതിലുകളെ തുറന്ന് മഴയുടെ ഭണ്ഡാരത്തെ തുറന്ന് മഴയെ തിരികെ വിളിച്ചു വരുത്തിയ പ്രാർത്ഥന, തീയിറക്കിയ പ്രാർത്ഥന. സ്തോത്രം. അതിനൊക്കെ മറുപടി കിട്ടി. എന്നാൽ മരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പൈതല് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഏലിയാവിന് മറുപടി ലഭിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയ നിഷേധാത്മകമായ മറുപടി. അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തിൽ ഹല്ലേലൂയ അന്ത്യകാലഘട്ടം വരുമ്പോൾ ഹല്ലേലൂയ യേശു കർത്താവിന്റെ വരവെങ്കിൽ ഏലിയാവിന് ഒരു റോൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ എന്റെ കർത്താവ് ആ കാലഘട്ടത്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു വെച്ചിരിക്കുക. അവധിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാ. അവധിയിട്ട് ഡേറ്റിട്ട് കുറിച്ച് മാറ്റി വെച്ചിരിക്കുകയാ. അതിന്റെ അർത്ഥം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല. ആ പ്രാർത്ഥന ഏലിയാവ് ആഗ്രഹിച്ചത് അപ്പോൾ കിട്ടണമെന്ന്. എന്നാൽ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇനിയും കുറെ നാളുകൂടെ മുന്നോട്ട് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ജീവനുള്ള 2 സാക്ഷികൾ ഭൂമിയിലേക്ക് കടന്നു വരും. അവരിൽ ഒരുവളാണ് ഏലിയാവ് എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാ.
സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് ഏലിയാവിന് ഇതുവരെ എന്റെ കർത്താവ് മറുപടി കൊടുത്തിട്ടില്ല. തള്ളിക്കളഞ്ഞതല്ല, പ്രാർത്ഥന കേൾക്കാത്തതല്ല. എന്റെ കർത്താവിന് ഏലിയാവിന്റെ ഹിതത്തെക്കാൾ ഉപരിയായി എന്റെ കർത്താവിന് മറ്റൊരു ഇഷ്ടം ആ വിഷയത്തിന്മേലുണ്ട്. എന്റെ കർത്താവിന് മറ്റൊരു പദ്ധതിയും പ്ലാനും ആ വിഷയത്തിന്റെ മേലുള്ളത് കൊണ്ട് ഇതുവരെയും ആ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കാതിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ച് ക്ഷീണിച്ച ആമേൻ ഹല്ലേലൂയ ഏലിയാവിന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ നിസ്സാരം ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പാകെ ആമേൻ ക്ഷീണിച്ചു പോകുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, ആ ചൂരച്ചുരുടെ നടുവിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഏലിയാവ് കിടന്നുറങ്ങുകയാ. നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തെ പ്രാവശ്യം ദൂതൻ കടന്നു വന്നു, അവൻ തട്ടി ഉണർത്തി, ആമേൻ വെള്ളം കൊടുത്തു, ആമേൻ കനലിൽ ചുട്ട അട കൊടുത്തു. സ്തോത്രം. എല്ലാം കഴിച്ചു കുടിച്ച് ഏലിയ വീണ്ടും കിടന്നുറങ്ങി. കർത്താവ് ഒന്നും മിണ്ടിയില്ല. ആമേൻ രണ്ടാമത്തെ പ്രാവശ്യം ദൂതനെ അയച്ച് തട്ടി ഉണർത്തിയിട്ട് കാര്യം ഇപ്രകാരം പറഞ്ഞു, ഏലിയ എഴുന്നേറ്റ് കഴിക്കും, ആമേൻ നീ കിടന്നുറങ്ങല്ലേ, ആമേൻ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീയുടെ വാക്കിന് മുൻപിൽ ഭീരുവായി മരണം കാത്തു കഴിഞ്ഞ ഏലിയാവിനെ എന്റെ കർത്താവ് ധൈര്യപ്പെടുത്തി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മാനസിക മനം ചിന്തിക്കുമ്പോൾ ക്ഷീണതകൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം, ഭാരങ്ങൾ കടന്നു വരാം, ശുശ്രൂഷയുടെ മേഖലകൾ മടുപ്പ് കടന്നു വരാം. ആമേൻ മടുപ്പിക്കുന്ന വാക്കുകൾ കേട്ട്, ആമേൻ നിരാശപ്പെടുത്തുന്ന പ്രവർത്തികളും ആമേൻ വാക്കുകളും ഒക്കെ കേട്ട് ആമേൻ നിരാശ നമുക്ക് തോന്നാറുള്ളത് മാനുഷിക സഹജമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ നിന്റെ അവസ്ഥ അറിയുന്നൊരു നാഥൻ നമുക്കുണ്ട്. ആമേൻ ഏലിയാവിനോട് ദേഷ്യപ്പെട്ടില്ല എന്റെ കർത്താവ്. ആമേൻ ഹല്ലേലൂയ. കോപിച്ചില്ല, അവനെ ശിക്ഷിച്ചില്ല. എന്താ ചെയ്തത്? ദൂതനെ അവന്റെ അടുക്കലേക്ക് അയക്കുകയാ. ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തി. ഓ ഹല്ലേലൂയ. ദൂതനെ അയച്ച് അവനെ അവൻ ഏലിയാവ് ഇപ്പോ അവൻ മാനസികമായി തകർന്നിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ താങ്ങുവാൻ പറ്റാത്ത ഭാരം. അവൻ രണ്ടാമത് മരണഭയം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇസ്രായേൽ വരെ ഓടിയതാ, ബോഡി ക്ഷീണിച്ചിരിക്കുകയാ. അവൻ ഫിസിക്കലി അവൻ ഒത്തിരി ടയേർഡാണ്. അവൻ ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി അവശതകൾ അവനെ അലട്ടി. എന്റെ കർത്താവ് അത് കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയില് അവൻ നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു നാഥൻ. ഹല്ലേലൂയ. അവൻ നിന്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ്, നിന്റെ ശരീരത്തിന്റെ ഭാരങ്ങളെ, നിന്റെ ശരീരത്തിന്റെ ക്ഷീണതകളെ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ രോഗത്തെ അറിയുന്ന കർത്താവ്, നിന്റെ മാനസികാവസ്ഥയെ അറിയുന്ന കർത്താവ്, നിന്നെ ആമേൻ അലട്ടുന്ന സകല മാനസിക പ്രശ്നങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും എന്റെ കർത്താവ് അവൻ ഈ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിന് എന്താണ് ഇപ്പോ ആവശ്യം? അവന് ഭക്ഷണം ആവശ്യമാണ്, അവനെ ബലപ്പെടുത്തുന്ന വെള്ളം അവന് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അവന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം റെസ്റ്റ് ആവശ്യമാണ്. എന്റെ കർത്താവ് അതുകൊണ്ട് എന്താ ചെയ്തത്? ആമേൻ ദൂതനെ അയച്ച് അവൻ ആഹാരം നൽകി, അവന് വെള്ളം നൽകി. ഒന്നാമത്തെ പ്രാവശ്യം അവനെ കിടന്നുറങ്ങുവാൻ എന്റെ കർത്താവ് അനുവദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രാവശ്യം തന്നെ പറഞ്ഞില്ല എഴുന്നേറ്റ് ഓടിക്കോ എന്ന് പറഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. വെള്ളവും അപ്പവും കഴിച്ച് ശാന്തനായ ഏലിയാവ് ഉറങ്ങുകയാ, റെസ്റ്റ് എടുത്തു. ആമേൻ. ക്ഷീണതകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതയാത്രകൾ പ്രതിസന്ധികൾ നമ്മെ നേരിടുമ്പോൾ നമുക്ക് വേണ്ടി വിശ്രമത്തെ എന്റെ കർത്താവ് നൽകുവാൻ തക്കവണ്ണമിടിയായിത്തീരും. അവന്റെ ശരീരത്തിന് അപ്പോൾ വേണ്ടിയിരുന്ന വിശ്രമം എന്റെ കർത്താവ് അവൻ അനുവദിച്ചു കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ട് അവൻ തട്ടി ഉണർത്തി. ഇനി റെസ്റ്റ് എടുക്കാനുള്ളവനല്ല. ആമേൻ ഹല്ലേലൂയ. ഓടിക്കോണം, ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നോക്കിയേ, ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവേ നീ ആമേൻ ഹല്ലേലൂയ ഇത്രത്തോളം ആമേൻ ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വരെ നീ ഒരു ആമേൻ ഹല്ലേലൂയ സർക്കിൾ വരച്ചിട്ട് അതിനകത്തും അതിന് ചുറ്റും കിടന്നോടിയവനാ. എന്നാൽ ഈ സർക്കിളിന് പുറത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഭീഷണികൾ നിലനിൽക്കുമ്പോൾ തന്നെ, പ്രതികൂലങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ തന്നെ, ആമേൻ ഹല്ലേലൂയ മാനുഷിക വാക്കുകൾ പ്രതികൂലമായി നിലനിൽക്കുമ്പോൾ തന്നെ, അതിന്റെ നടുവിലും അതിനപ്പുറത്തേക്ക് നീ ഇതുവരെ ചെന്നിട്ടില്ലാത്തൊരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഏലിയാവേ ഞാൻ നിന്നെ അയക്കാൻ പോകയാ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അവൻ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇനി കിടന്നുറങ്ങരുത്. സ്തോത്രം. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു, ആവശ്യത്തിന് റെസ്റ്റ് കിട്ടി. നോ ഹല്ലേലൂയ. ഇനി റെസ്റ്റ് എടുക്കേണ്ട ടൈമല്ല. ആമേൻ ദൂരയാത്രയുണ്ട്. ആമേൻ ശുശ്രൂഷയുടെ മേഖലകളിലേക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൗത്യത്തെ ഏൽപ്പിക്കുകയാ. ഇതുവരെ ചെയ്യാത്തൊരു മിനിസ്ട്രി ഇനി ചെയ്യണം. ചില ശുശ്രൂഷകളുടെ കൈമാറ്റങ്ങൾ നിനക്ക് ശേഷം നിന്റെ പുറകാലെ വരും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. പിൻഗാമി എഴുന്നേൽപ്പിച്ച് അവനെ നിന്റെ ശുശ്രൂഷയുടെ ദൗത്യം അവൻ കൈമാറുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ശുശ്രൂഷകളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിനക്ക് ചെയ്യും
ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇനി റെസ്റ്റ് എടുക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മിനിസ്ട്രിയുടെ അടുത്ത പടികളിലേക്ക് ദൈവം അവനെ കരം പിടിച്ച് ബലപ്പെടുത്തി. സ്തോത്രം. അപ്പോഴും ആമേൻ ഇസബേലിന്റെ ഭീഷണി നിലനിൽക്കുകയാ, വധഭീഷണി നിലനിൽക്കുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ നടുവിലും എന്റെ കർത്താവ് അവനെ ബലപ്പെടുത്തി അവൻ എഴുന്നേൽപ്പിക്കുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു. സ്തോത്രം. ദൂതൻ കൊടുത്ത ആമേൻ ആഹാരത്തിന്റെയും വെള്ളത്തിന്റെയും ബലത്താൽ 40 രാവും പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഹല്ലേലൂയ ഏലിയാവ് നടന്നു കയറുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് ശേഷം ഒരു പ്രവാചക ശുശ്രൂഷ കൈമാറുന്നതിന് വേണ്ടി, ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏലീശയിലേക്ക് തന്റെ ശുശ്രൂഷ പകരപ്പെടുന്നതിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ എന്റെ കർത്താവ് ഏലിയാവിനെ ആ ദൗത്യത്തെ ആമേൻ പരമേൽപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ ഒന്ന് ഓർക്കണം, ശുശ്രൂഷയുടെ മറ്റൊരു പടികൾ, ശുശ്രൂഷയുടെ നിലവാരത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ മറ്റൊരു ആമേൻ ഹല്ലേലൂയ ലെവലിലേക്ക്, പടിയിലേക്ക്, മറ്റൊരു നിലവാരത്തിലേക്ക് എന്റെ കർത്താവ് നിന്നെ കരം പിടിച്ചു കയറ്റുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്നത് ആമേൻ ഇനിയും ശുശ്രൂഷകൾ ആമേൻ ഹല്ലേലൂയ ഏലിയാവിലൂടെ വെളിപ്പെടേണ്ടതുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഏലീശയെ ശുശ്രൂഷ വരമേൽപ്പിച്ചിട്ട് ഏലിയാവ് എന്ത് ചെയ്തു? ചുഴലിക്കാറ്റിലൂടെ എന്റെ കർത്താവിനെ ആമേൻ എടുക്കപ്പെടുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു. വീണ്ടും ഏലിയാവ് ഭൂമിയിലേക്ക് കടന്നു വരുമെന്ന് ആമേൻ തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. മരണം വരെയും അവൻ ആമേൻ ഹല്ലേലൂയ ജഡസംബന്ധമായി മരണം കൈവരിക്കുന്നത് വരെയും ആമേൻ ഏലിയാവിന്റെ ശുശ്രൂഷ ഇതുവരെ നിന്ന് പോയിട്ടില്ല. ആമേൻ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ആമേൻ ദൈവഹിതത്തിന് ആമേൻ ഹല്ലേലൂയ ആമേൻ വിരുദ്ധമായ പ്രാർത്ഥനകൾക്ക് ആ ടൈമിൽ ആമേൻ മറുപടി കിട്ടത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ഹല്ലേലൂയ എന്റെ കർത്താവ് അതിന്റെ മധ്യേ പ്രവർത്തിക്കുവാനൊക്കെ വണ്ണമിടിയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്നെ പദ്ധതിയെ ദൈവം ആമേൻ ഹല്ലേലൂയ തന്റെ പദ്ധതിയെ തക്ക സമയത്ത് വെളിപ്പെടുത്തുവാനൊക്കെ വണ്ണമിടിയായി തീരും. നാം ഒന്നുമല്ലെന്ന് നാം സമർപ്പിക്കുമ്പോൾ, ഞാൻ ആരൊക്കെയാണെന്നല്ല, ഞാൻ ഒന്നുമല്ല കർത്താവ്, ഞാൻ വെറും ഒരു വട്ടപൂജ്യമാ. ആമേൻ ഇത്രയും ആമേൻ സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ കർത്താവിന്റെ മുൻപാകെ ഞാൻ ഏതുമില്ല എന്ന ആമേൻ നമ്മെ ആമേൻ സമസ്തമായി ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്റെ പദ്ധതിയിലേക്ക് നമ്മെ ആമേൻ വിളിച്ച് ആക്കുവാനൊക്കെ വണ്ണമടിയായി തീരും. സ്തോത്രം. നാം അയക്കപ്പെട്ട കൃപയ്ക്ക് ഈ പ്രകാരമാ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിക്കുന്നു എന്ന് ആമേൻ അപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ആമേൻ നമുക്ക് കർത്താവിനോടുള്ള ധൈര്യമാകുന്നു. അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ആമേൻ ഈ 3 കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതൽ നമ്മെ തന്നെ ശോധന ചെയ്യണം. ആമേൻ തൽക്ഷണം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നുണ്ട്. ആമേൻ എന്നാൽ കുറച്ച് ലേറ്റായിട്ട് ലഭിക്കുന്നുണ്ട്. ആമേൻ മറുപടി ഇല്ലാത്ത പ്രാർത്ഥനകളുമുണ്ട്. സ്തോത്രം. ഇതിന്റെ ഒന്നും അർത്ഥം എന്റെ കർത്താവ് കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നല്ല. ദൈവത്തിന്റെ പദ്ധതി ആമേൻ നമ്മുടെ പദ്ധതിയല്ല എന്റെ കർത്താവിന്റെ പദ്ധതികൾ, നമ്മുടെ വിചാരമല്ല കർത്താവിന്റെ വിചാരങ്ങൾ. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു. ആമേൻ നമ്മുടെ വിചാരങ്ങൾ ആമേൻ ഹല്ലേലൂയ നമ്മുടെ വിചാരങ്ങളും കർത്താവിന്റെ വിചാരങ്ങളും തമ്മിലുള്ള അന്തരം എന്തെന്നറിയാമോ? ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആകാശ ഭൂമി തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടോ അത്രത്തോളം അന്തരമുണ്ട് എന്റെ കർത്താവ് ചിന്തിക്കുന്നത്, അത്രത്തോളം അന്തരമുണ്ട് ഞാനും കർത്താവും ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകലിൽ സ്തോത്ര ദൈവത്തിന്റെ പൈതലേ, ആമേൻ പ്രാർത്ഥിക്കുന്നത് മുടക്കരുത്. റിസ്ക് എടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ആമേൻ ക്ഷീണിച്ചു പോകരുത്. മാനുഷിക വാക്കുകൾ കേട്ട് ഭയന്ന് പിന്മാറിപ്പോകരുത്. ശുശ്രൂഷ വിട്ടേച്ചു പോകരുത്. വേണ്ടെന്ന് പറയരുത്. ആമേൻ അതിന്റെ നടുവിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ തീഷ്ണതയോടെ, ഉത്സാഹത്തോടെ, ആമേൻ ഉറപ്പോടെ, ധൈര്യത്തോടെ. ഒരു മനുഷ്യനല്ല എന്നെ നിങ്ങളെ വിളിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചത്. ആമേൻ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് പരിഭ്രമിക്കുവാൻ, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് വിഷമിക്കുവാനൊക്കെ വേണം. ആമേൻ ഒരു മനുഷ്യനല്ല എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവൻ ഉത്തമ ബോധ്യം നമുക്കുണ്ടുവെങ്കിൽ ആരുടെയും വാക്ക് കേട്ടും, ആരുടെ ഭീഷണി കേട്ടും, ആരുടെ അപശ്രുതി കേട്ടും, ആരുടെ അപവാദം കേട്ടും അവൻ ശുശ്രൂഷയിൽ നാം തളരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെവരും സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രത്യേക എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തെ ഗ്രൂപ്പിനകത്ത് ഒരുക്കിത്തന്ന കർത്താവിന്റെ വലിയ ശ്രേഷ്ഠദാസി റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ ആമേൻ ഹല്ലേലൂയ ഡയറക്ടർ ആമേൻ ഹല്ലേലൂയ അഡ്മിനായിരിക്കുന്ന സിസ്റ്റർ ആമേൻ റോസലിൻ സുരേഷ് പ്രിയാന്റിയോടുള്ള ദൈവസ്നേഹത്തെ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ മറ്റെല്ലാ അഡ്മിൻസിനോടുള്ള ദൈവസ്നേഹത്തെ നന്ദിയും അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആമേൻ ഹല്ലേലൂയ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവസ്നേഹത്തെ നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.